നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ബീഫ് പക്കോട ഒന്ന് ഉണ്ടാക്കിയാലോ? അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം. ആദ്യം വെല്ലുള്ളി കട്ട് ചെയ്തു, ചപ്പ് കട്ട് ചെയ്തു, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. ബീഫ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഈ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ചോപ്പ് ചെയ്ത ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയാണ്. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മുതൽ അരക്കപ്പ് വരെ മാത്രമേ കടലമാവ് ചേർക്കാൻ പാടുള്ളൂ, അളവ് കൂടി പോകാൻ പാടില്ല. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. കൂടെ 1/4 ടീസ്പൂൺ അപ്പക്കാരവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് 1 അരക്കപ്പോളം വെള്ളം മതിയാവും. ഒരുപാട് വെള്ളമാക്കി ലൂസ് ആക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പക്കോടൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിൽ ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ സാധാരണ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ സാധാരണ ഓയിലോ എന്ത് വേണേലും എടുക്കാം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, അത് ഫ്രൈ ചെയ്യാൻ നന്നാവില്ല. എണ്ണ ചൂടായപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്കോടൻ്റെ കൂടെ. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പക്കോടൻ്റെ ഡവ്ന്ന് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ക്രിസ്പി ആക്കി വറുത്ത് പോരാം. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം.